സ്നേഹവും സന്തോഷവും വരണമെങ്കിൽ മരുമോനോട് ഇരിക്കണം. അന്നേരേ സ്നേഹവും സന്തോഷവും നോക്കുന്നതിന് എന്തോ കുഴപ്പം? അയാളുടെ മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈൽ എടുത്ത് നോക്കിയ പോലെ. ഞാനിത് നോക്കുന്നില്ല, കൈ കൊണ്ട് മേടിക്കുന്നൊന്നും ഇല്ലല്ലോ. കൈ കൊണ്ട് വാങ്ങിയതിനാ? ഇയാൾക്ക് മൊബൈൽ ഉണ്ടല്ലോ, ഞാൻ നോക്കുന്നതിനകത്ത് വന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നോക്കിയെന്നും പറഞ്ഞ് ഞാൻ അതിനകത്തുള്ളത് അങ്ങ് നോക്ക് 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 നോക്ക്. അല്ല, കൈ മരത്തിക്കൊണ്ട് പോകുന്ന പോക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനൊന്നുമല്ല, അതൊക്കെ നമുക്ക് തോന്നുന്നു. എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് പറയുന്നത്? സപ്പോർട്ടല്ല, സത്യമുള്ള കാര്യങ്ങൾ. അമ്മ എന്തോ കൈയൊക്കെ മരത്തിക്കൊണ്ട് പോയി, എന്തൊരു നാണം കെട്ട പരിപാടിയാണ് ഇത്. എന്തുവാടാ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നിടത്ത് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ വരുന്നത്? ഭാര്യയും ഭർത്താവ് ഇവിടെ ബീച്ചിൽ പോയി പിന്നെ അതിനകത്തൊക്കെ ഇടപെടാൻ വരുന്നത്? ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇങ്ങനൊന്നും അല്ല കുഞ്ഞുങ്ങളെ. ഞങ്ങൾക്ക് മുമ്പിൽ കൂടെ പോകാൻ പോലും പേടിയാണ്. ഇതൊക്കെ രണ്ടുപേരും കൂടെ ഒട്ടിപ്പിടിച്ചിരുന്നോണ്ട് എന്തിനങ്ങോട്ട് അതിലോട്ട് പ്രവേശിക്കാതെ ഇനി പോരുന്ന നല്ലതെന്ന് കാര്യം ഞാൻ കഴിഞ്ഞ് പോകുന്നേ ഉള്ളൂ. മമ്മി ഏത് കാലത്ത് അമ്മി ജീവിക്കുന്നത്? ഈ ലോകത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ പണ്ടത്തെ കാലം തള്ള പ്രായമുള്ള തള്ള ഇവിടെ ഉണ്ടെന്നെങ്കിലും ഒരു ചിന്ത വേണ്ടായിരുന്നു. ശരി, അതിന് ഞങ്ങളെന്തോ അടുത്തിരുന്നതല്ലേ ഉള്ളൂ. നിങ്ങളൊന്നും കാണിച്ചില്ല. പിന്നെന്തോ നിങ്ങളെ ചെയ്യുന്ന നിങ്ങൾ കണ്ടോണ്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ ശല്യം ചെയ്തില്ലല്ലോ. ഞാൻ എന്റെ പാടെ അതിങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നും അല്ല. മമ്മ ചിന്തിച്ചു, ഭാര്യയും ഭർത്താവും പിന്നെ ഇവിടെ പോയി റോഡിൽ പോയി അടുത്ത് പോയി കുത്തിയിരിക്കണം, അത് ബീച്ചിൽ പോകണം? എടാ അതല്ലേ അവനവന്റെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. ഞാൻ ശല്യം ചെയ്തില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞു. പിന്നെ ഇങ്ങനെ കാണിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ ഇനി പോന്നു. പണ്ടത്തെ ജീവിതം വന്നാ ഇപ്പം അല്ല. ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ സ്കൂളിൽ നടന്നാ ബഹുമാനം പറയുന്നതുണ്ടല്ലോ, അത് കൊച്ചു കാര്യമല്ല. എന്റെ തള്ള വരുന്ന അല്ലെങ്കിൽ നമുക്ക് മാറിയിരിക്കാം എന്നൊക്കെ ഉള്ള ഒരു നിങ്ങളൊന്നും ചെയ്തെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഞാൻ കണ്ടെന്നോ ഒന്നും അല്ല. നമ്മളൊരു തള്ള കയറി വരുന്നത് എന്നാ ശരി, അതേ ഉള്ളൂ, ഇല്ല വേറെ ഒന്നുമില്ല. അമ്മ അതിനകത്ത് ഈ നമ്മൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം, അതാ വേണ്ടുന്നേ. അല്ല ഈ കുറ്റം പറയുക അല്ലെങ്കിൽ ഒരാള് അങ്ങനെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവല്ലേ ഇരിക്കുന്നേ. 19 വയസ്സുള്ള സ്ത്രീയല്ലേ, അവർക്ക് ചിലപ്പോ ഇതൊന്നും കാണുമ്പോ പിടിക്കുകയല്ല. അതെന്താ പിടിക്കാതെ? സ്വന്തം മക്കൾ സ്നേഹത്തോടെ നടക്കുന്നതല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചു പിരിഞ്ഞു പോയാൽ മമ്മിക്ക് ഇഷ്ടപ്പെടുവോ? അതിന് ഇടയാക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പിന്നെ സ്നേഹത്തോട്ടിരിക്കുമ്പോ നീ അത് കുത്തി പൊക്കാതിരുന്ന മമ്മി സ്നേഹത്തോടിരിക്കുമ്പോ സന്തോഷത്തോടിരിക്കുമ്പം ആ മമ്മിക്കും മനസ്സിന് സന്തോഷം. എന്റെ പിള്ളേർ നോക്കുക സ്നേഹത്തോടെ അവര് കുത്തി ഒരുമി ഇരിക്കുന്നത്, അത് കാണുമ്പോ മമ്മിക്ക് സന്തോഷം. മമ്മിക്കും വന്നവിടെ കുത്തിയിരിക്കാമല്ലോ. നമുക്കിവിടെ ഇരിക്കാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതില്ലല്ലോ. നിന്റെ ഭർത്താവ് അതിലും കഷ്ടമാണ്. ഉടനെ കൊണ്ടുവന്ന് മോളെ വരുമ്പോണ്ട് അവരുടെ കാര്യം ഇവിടെ ആരെങ്കിലും സംസാരിച്ചോ? ഇതാ പെണ്ണുങ്ങളുടെ ദോഷം എന്ന് പറയുന്നത്. ഉടനെ അവരെന്തോ തെറ്റ് ചെയ്തിട്ട് ഉടനെ അവരെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ? അതിന്റെ കാര്യമില്ല. മമ്മിയുടെ അതിലെ കുഴപ്പമോ? മമ്മിക്ക് എന്താ ഞങ്ങൾ രണ്ടും കൂടെ സ്നേഹത്തോടെ മമ്മിക്ക് അവിടെ വന്നിരുന്നൂടായോ? മമ്മി അവിടെ വന്ന് ഇങ്ങനെ കൈയും, ഞാൻ ചോദിച്ചോട്ടെ, മമ്മി ഇങ്ങനെ കൈയും മരത്തിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് കുത്തിയിരുന്നില്ല? മമ്മിക്ക് അവിടെ സ്നേഹത്തോടെ അതങ്ങനെ വന്നപ്പോഴേ ഇങ്ങനെ ആർക്കാ ബഹുമാനം? മമ്മിയുടെ തോന്നല അത്. ബഹുമാനമില്ല, ബഹുമാനമില്ല. എന്തോ മമ്മിയെ സ്നേഹിക്കുന്നില്ലയോ? മമ്മിക്ക് വേണ്ടുന്നത് എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. കുറവിന്റെ പിന്നെന്തോ പിള്ളേർ സ്നേഹത്തോടല്ലേ? മമ്മിയുടെ മക്കള് സ്നേഹത്തോടിരിക്കുന്ന കാണുമ്പോ മമ്മിക്ക് അവിടെ വന്നിട്ട് തമാശകൾ പറയാം, രണ്ടും കൂടെ വഴക്കൂടുവാണെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടോ? ഉണ്ടോ? പിന്നെ പണ്ട് നമ്മൾ ഉരലിനകത്ത് ഇട്ട് നെല്ലിടിക്കുമായിരുന്നു. ഇപ്പം ഏതെങ്കിലും വീട്ടിൽ നെല്ലിടിക്കുന്നുണ്ടോ? കാലത്തിനനുസരിച്ചുള്ള മാറ്റമുണ്ട്. നിങ്ങൾ പത്താം പുറത്തും അവിടെ ഇവിടെ ഒളിച്ച് നിന്നും ആണുങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന കാലമല്ല ഇപ്പം. ഇപ്പം അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്ന് സംസാരിക്കുന്നത് നമ്മൾ അതിനുള്ള മാറ്റം ഉണ്ടാണ്. മമ്മി ഈ മാക്സി ഇട്ടേക്കുന്നത് എന്താ? ചുരിദാർ ഇടുന്നത് എന്തിനാ? അതെല്ലാം കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. അത് മനസ്സും അതേപോലെ പറഞ്ഞു. അല്ല, മനസ്സ് പഴയതും ഡ്രസ്സിങ് മാത്രം പുതിയതും മേക്കപ്പ് പുതിയതും പുതിയ വേഷവിധാനങ്ങൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പെണ്ണ് തന്നെ എപ്പോഴായാലും ഒരു ദൗർബല്യം കാണും.
പക്ഷെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളെക്കാട്ടിലും കഴിവുള്ളവരാ. അങ്ങനെ മാറണമെങ്കിൽ ഞാൻ ചാവണം. അടുത്ത ആള് ശരി, ആയിക്കോട്ടെ, എനിക്കൊന്നും പറയാനില്ല.